ഇന്നത്തെ റെസിപ്പി ഒരു മുട്ടസിർക്കയാണ്. മുട്ടസിർക്ക ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു മുട്ടസിർക്ക ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് കറി കൂട്ടാണ്ട് പോലും കഴിക്കാൻ പറ്റും. പിന്നെ മുട്ട ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട യൂസ് ചെയ്യുന്നില്ല. ഇത് കറി കൂട്ടി കഴിക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുക. കറി കൂട്ടാണ്ട് വേണമെങ്കിലും കഴിക്കാം, പക്ഷേ കറി കൂട്ടിയിട്ട് കഴിക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. പിന്നെ മുട്ട ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതെങ്ങനെ ഈ മുട്ടസിർക്ക ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1 കപ്പ് പച്ചരി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ പച്ചരി ഞാൻ 5 മണിക്കൂർ കുതിർത്തി എടുത്തതിന് ശേഷം നല്ല കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അറ്റ്ലീസ്റ്റ് ഒരു മിനിമം 5 മണിക്കൂറെങ്കിലും വെക്കുക, അതിൽ കൂടുതൽ എത്രയാവാം. പിന്നെ അതിലേക്ക് ഞാൻ 1 ഹാൻഡ് ഫുള്ള് ചോറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ബാക്കി വന്ന ചോറെല്ലാം ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് ഇതേപോലെയെല്ലാം ഉപയോഗിക്കാൻ പറ്റും. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് നോക്കാൻ പോകുന്നത് 1/4 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം, ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഈ അരി മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് നമുക്കതിൻ്റെ കറക്റ്റ് പരുവത്തിൽ അരിഞ്ഞ് കിട്ടൂ. ഇനി ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് അരി നല്ലോണം അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഫൈൻ പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. എന്താ പറയുക, ഒരു ചെറിയ തെരുതെരിപ്പ് ഉണ്ടായാലൊന്നും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ നമ്മുടെ കൺസിസ്റ്റൻസി ശരിയായിരിക്കണം. മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും. ഇനി ഈ ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ മുന്നേ ഞാനിട്ട മുട്ടസിർക്ക എന്ന് പറയുന്നത് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കറി കൂട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് കറി കൂട്ടി കഴിക്കലാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുക. പിന്നെ ഇതിൻ്റെ വേറൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരി പുതിർത്തി വെച്ച് അരിച്ച് വെച്ചാൽ കുറേ നേരം ഇത് അരിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇതിപ്പോൾ ഇത് മാവ് റെഡിയായി. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചുട്ടെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനൊരു കടായിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് നല്ലവണ്ണം ചൂടാവണം. നല്ലോണം ചൂടായ സമയത്ത് നമ്മൾ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, പരത്തി ഒഴിക്കാൻ പാടില്ല. ഒരു ഭാഗത്തായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നാലാണ് അത് പെട്ടെന്ന് നല്ലോണം പൊങ്ങി വരിക. പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കുക. എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടൂ. ഇപ്പോൾ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ പൊങ്ങി വന്നതിന് ശേഷം 1 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ടാവും. 1 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗം കൂടി 1 മിനിറ്റ് ഒന്ന് ഓയിൽ വെച്ചതിന് ശേഷം നമ്മളിത് ഓയിൽ നിന്ന് കോരിയെടുക്കുക. പിന്നെ പ്രത്യേകം ഫ്ലെയിമിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇത് ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ 2 ഭാഗവും റെഡി ആയിട്ടുണ്ടാവും. ഓരോരോ മിനിറ്റ് മതി. ഇനി നമുക്കിത് ഓയിൽ നിന്ന് കോരിയെടുക്കുക. കണ്ടോ, 2 ഭാഗം ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്കിത് ഓയിൽ നിന്നും കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവും പിന്നെ ചുട്ടെടുക്കാം. നേരത്തെ പോലെ തന്നെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ലോലാക്കുക. അതൊന്ന് പൊങ്ങി വന്നാൽ 1 മിനിറ്റ് വെക്കുക. 1 മിനിറ്റിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ആ ഭാഗവും കൂടിയും 1 മിനിറ്റ് ഒന്ന് ആയതിന് ശേഷം നമുക്കിത് ഓയിൽ നിന്ന് കോരാം. ഇതേപോലെയാണ് നമ്മളെല്ലാം തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞാനിവിടെ എല്ലാ മുട്ടസിർക്കയും ഇതേപോലെ തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടസിർക്കയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബീഫ് കറീൻ്റെ കൂടിയോ ചിക്കൻ കറീൻ്റെ കൂടിയോ നമുക്ക് സെർവ് ചെയ്യുക. അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നെയ്യപ്പം ഉണ്ടാക്കുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഇത് നെയ്യപ്പം തന്നെയല്ലേന്ന്. നെയ്യപ്പവും ഇതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിരുന്ന തലശ്ശേരി പുതിയാപ്പിള സ്പെഷ്യൽ മുട്ടസിർക്ക പച്ചക്കറി ഇട്ടിട്ടുണ്ടാക്കുന്നത് കറി പോലും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ അതും ഇതും ഒക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ടും വീണ്ടും കാണാം. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.